സ്പോർട്സ് വാർത്തകളിലേക്ക് പോയാൽ BCCI ചീഫ് സെലക്ടർ ചേതൻ ശർമ്മ രാജിവെച്ചു. വിവാദ വെളിപ്പെടുത്തലുകളെ തുടർന്നാണ് രാജി ഉണ്ടായത്. ഏറ്റവും പ്രധാനപരവുമായി എൽദോ പോൾ ചെരുവെൽദോ നേരത്തെ ഈ ഒരു ചാനൽ നടത്തിയ ഒളി ക്യാമറ ഓപ്പറേഷനിൽ ഇന്ത്യൻ ക്രിക്കറ്റിനെ പിടിച്ചുലയ്ക്കുന്ന വിവിധങ്ങളായ വെളിപ്പെടുത്തലുകൾ പരാമർശങ്ങൾ നടത്തിയിരുന്നു ചേതൻ ശർമ്മ. ഇതിന്റെ ഭാഗമാണോ BCCI രാജി ചോദിച്ചു വാങ്ങുകയായിരുന്നോ? ചേതൻ ശർമ്മയ്ക്ക് മുന്നിൽ മറ്റു മാർഗമില്ലാത്ത ഒരു സാഹചര്യമുണ്ടായി രഞ്ജിത്ത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അദ്ദേഹത്തിന്റെ ഈ ഒളിക്യാമറയിൽ വിവാദമായ പരാമർശങ്ങൾ ഒരു സ്വകാര്യ ചാനൽ നടത്തിയ സ്റ്റിംഗ് ഓപ്പറേഷൻ വഴിയാണ് ചേതൻ ശർമ്മ ഇത്തരത്തിലൊരു കെണിയിൽപ്പെട്ടത് എന്ന് വേണം വിശേഷിപ്പിക്കാൻ. കാരണം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ പലപ്പോഴും വിവാദമാകുമെന്ന് അപ്പോൾ തന്നെ വ്യക്തമായിരുന്നു. അദ്ദേഹത്തിന്റെ സ്ഥാനത്തിന് ചലനം സംഭവിക്കുമെന്നും ഏറെക്കുറെ ഉറപ്പായിരുന്നു. ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഇപ്പോൾ രാജി അയച്ചു BCCI സെക്രട്ടറിക്ക്. അദ്ദേഹം അത് സ്വീകരിക്കുകയും ചെയ്തു. ജയ്ഷാ രാജി സ്വീകരിച്ചതായി അറിയിക്കുകയായിരുന്നു. ചേതൻ ശർമ്മ ഏറ്റവും ഒടുവിൽ ഇന്ത്യയുടെ സെലക്ഷൻ കമ്മിറ്റി അധ്യക്ഷ പദവി ഒഴിയുകയാണ്. ഈ അധ്യക്ഷ പദവി ഒഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രധാന പ്രശ്നം, ഇപ്പോൾ ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് മത്സരം നടക്കുന്നു. അതിൽ അവസാന 2 ടെസ്റ്റിനുള്ള ടീമിനെ തിരഞ്ഞെടുക്കേണ്ട സമിതിയുടെ തലവനാണ് ചേതൻ ശർമ്മ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇനി ടീം സെലക്ഷൻ എത്തരത്തിൽ അത് മാറും, എത്തരത്തിൽ അത് ബാധിക്കുമെന്നുള്ളതായിരിക്കും ഇനി ഏറ്റവും ആകാംക്ഷയോടെ ഉറ്റുനോക്കേണ്ടത്. ഇനി പുതിയൊരു സെലക്ഷൻ കമ്മിറ്റി അധ്യക്ഷനെ നിയോഗിക്കുക, അല്ലെങ്കിൽ നിലവിലുള്ള സെലക്ഷൻ കമ്മിറ്റി പാനൽ അവർ തന്നെ ആ ചുമതല ഏറ്റെടുത്ത് ടീമിനെ തെരഞ്ഞെടുക്കുക എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് പോകേണ്ടി വരും. BCCIക്ക് വളരെ നിർണായകമായിട്ടുള്ള തീരുമാനമാണ്. ചേതൻ ശർമ്മയുടെ വാക്കുകൾ അത് ശ്രദ്ധേയമായിരുന്നു. പ്രത്യേകിച്ചും കായികക്ഷമത പൂർണ്ണമായും ഇല്ലാത്ത ഇന്ത്യൻ താരങ്ങൾക്ക് അവർ ഉത്തേജകം ഉപയോഗിച്ച് കുത്തിവെപ്പെടുത്ത്, അതായത് ഡോപ്പിംഗ് ടെസ്റ്റിൽ നിന്നും പിടിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത ഉത്തേജകം ഉപയോഗിച്ച് ടീം സെലക്ഷന് യോഗ്യത നേടിയെടുക്കുന്നു എന്നുള്ള വിവാദമായിട്ടുള്ള പരാമർശം അദ്ദേഹം നടത്തിയിരുന്നു. അതൊരു പക്ഷേ ഇന്ത്യൻ ക്രിക്കറ്റിൽ മാത്രമല്ല, ലോക ക്രിക്കറ്റിലെ ക്രിക്കറ്റ് ആരാധകരെ, വിമർശകരെ, നിരീക്ഷകരെ ഒക്കെ അല്പമൊന്ന് ഞെട്ടിച്ച വാക്കുകളായിരുന്നു. പ്രത്യേകിച്ചും ലോക റാങ്കിങ്ങിൽ ടെസ്റ്റിലൊഴികെ ബാക്കി എല്ലാ റാങ്കിങ്ങിലും 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യൻ ടീമിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യൻ ടീമിലെ താരങ്ങൾക്കിടയിലെ ഈഗോ, അത് ശ്രദ്ധേയമാണ് എന്നുള്ളതായിരുന്നു ചേതൻ ശർമ്മയുടെ മറ്റൊരു വെളിപ്പെടുത്തൽ. സഞ്ജു സാംസണിനെ ടീമിലെടുക്കാതിരുന്ന ആരാധകർ കൂട്ടത്തോടെ ഇളകി വരും. ഇങ്ങനെ ഒരുപാട് വിവിധ വിഷയങ്ങളിൽ, വിവിധ ടീമിനെ സംബന്ധിച്ചുള്ള വിവിധ കാര്യങ്ങളിൽ ചേതൻ ശർമ്മ പരാമർശങ്ങൾ നടത്തിയിരുന്നു. അതിനൊക്കെ പിന്നാലെയാണ് അദ്ദേഹത്തിനെതിരെ കൂടുതൽ മുറവിളികൾ ഉണ്ടായത്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം രാജിവെക്കാൻ നിർബന്ധിതനാകുന്നു. രാജിക്കത്തയച്ചു. യാതൊരു സങ്കോചവും കൂടാതെ, യാതൊരു മടിയും കൂടാതെ തന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഭരണസമിതിയായിട്ടുള്ള BCCI അതിന്റെ സെക്രട്ടറി ജയ്ഷാ ചേതൻ ശർമ്മയുടെ രാജി സ്വീകരിച്ചു. ചേതൻ ശർമ്മ BCCIയുടെ സെലക്ഷൻ കമ്മിറ്റി അധ്യക്ഷ പദവിയിൽ നിന്നും അങ്ങനെ പുറത്താവുകയാണ്. നാക്കുകൊണ്ട് വരുത്തിവെച്ച വിന എന്ന് വിശേഷിപ്പിക്കണം ചേതൻ ശർമ്മയുടെ ഈ പുറത്താകൽ. രഞ്ജിത്ത്, ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു രാജിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നുള്ളതാണ്. ഒരു നേരത്തെ പറഞ്ഞ പോലെ എൽദോ, ഈ ചേതൻ ശർമ്മയ്ക്ക് പകരം ആര് എന്നുള്ള വളരെ പ്രസക്തമായ ചോദ്യം ഉയർന്നു വരികയാണ്. പ്രത്യേകിച്ചും എൽദോ പറഞ്ഞ പോലെ 2 ടെസ്റ്റുകൾ ബാക്കി നിൽക്കുന്ന സാഹചര്യമുണ്ട്. പുതിയ സെലക്ഷൻ കമ്മിറ്റി ചെയർമാനെ നിയമിക്കുക എന്നുള്ളത്, അങ്ങനെ ആരെങ്കിലും BCCIയുടെ മനസ്സിലുണ്ടോ? ഈ രാജി അപ്രതീക്ഷിതമായിരുന്നു. കാരണം വിവാദങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ ഇനി ആ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല എന്ന പരാമർശങ്ങൾ ചില കായിക താരങ്ങൾ നടത്തിയിരുന്നു, ക്രിക്കറ്റ് താരങ്ങൾ നടത്തിയിരുന്നു. രാജിയില്ലാതെ പോകുമ്പോഴില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് ചേതൻ ശർമ്മ എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ചേതൻ ശർമ്മയ്ക്ക് ഒരു പകരക്കാരൻ ആര് എന്നുള്ളത് ഒരു പക്ഷേ BCCIയുടെ ഭരണസമിതി ചേർന്ന് നിശ്ചയിക്കേണ്ട ഒരു കാര്യമാണ്. ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങൾ, ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സെലക്ടർമാർ തന്നെ ഇന്ത്യയുടെ ഈ ക്രിക്കറ്റ് ഭരണത്തിലുണ്ട്. ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിലെ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പകരക്കാരനെ കണ്ടെത്തുക ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ദുഷ്കരമായിട്ടുള്ള പ്രയാസമേറിയ ഒരു ദൗത്യമായിരിക്കില്ല. പക്ഷേ ആര് എന്നുള്ള കാര്യത്തിൽ ഒരു ഔദ്യോഗിക തീരുമാനമെടുക്കേണ്ടത് BCCI ആണ്. BCCIയുടെ ഭരണസമിതിയാണ്. അത് ഉടൻ തന്നെ ഉണ്ടായേ പറ്റൂ. കാരണം ഇന്ത്യക്ക് തുടർച്ചയായിട്ടുള്ള മത്സരങ്ങളുണ്ട്. ഇനി ഓസ്ട്രേലിയക്കെതിരെ ടെസ്റ്റ് മത്സരം കഴിഞ്ഞാൽ ഉടൻ തന്നെ 2020 മത്സരം ആരംഭിക്കും. അപ്പോൾ ഒരു മുഖ്യ സെലക്ടർ ഇല്ലാതെ, ഒരു ചീഫ് സെലക്ടർ ഇല്ലാതെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവുക പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും ഒടുവിൽ, ഏറ്റവും പെട്ടെന്ന് തന്നെ ചേതൻ ശർമ്മയ്ക്ക് ഒരു പകരക്കാരനെ കണ്ടെത്തുക എന്നുള്ള ദൗത്യം BCCI ഭരണസമിതിക്ക് മുന്നിലുണ്ട്. നമുക്ക് പ്രതീക്ഷിക്കാം. ആ പേര് ആര് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണണം. ഒരുപക്ഷെ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന MSK പ്രസാദ് ഉൾപ്പെടെയുള്ളവർ ആ ലൈനിൽ നിൽക്കുന്നു. അല്ലെങ്കിൽ ഇന്ത്യയുടെ മുൻ പരിശീലകനായിരുന്ന രവിശാസ്ത്രി ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഫ്രീ ആണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അത്തരം ദൗത്യങ്ങൾ ഏറ്റെടുക്കാൻ ശേഷിയുള്ള കെൽപ്പുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം. ആ പേരാരാണെന്നുള്ളതിൽ ഇപ്പോഴും സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ആ ദൗത്യം BCCIയുടെ ഭരണസമിതിക്ക് വിടാം. ഏതായാലും ചേതൻ ശർമ്മ വളരെ പ്രധാനപ്പെട്ട സ്ഥാനം ചെയർ ഒഴിഞ്ഞിരിക്കുന്നു. ചേതൻ ശർമ്മയ്ക്ക് പകരക്കാരനെ BCCI തേടുന്നു എന്നുള്ളതാണ്. ഒളി ക്യാമറ ഓപ്പറേഷനിലൂടെ, ഒരു ചാനലിന്റെ ഒളി ക്യാമറ ഓപ്പറേഷനിലൂടെ പുറത്തു വന്ന വിവാദങ്ങൾ, ഇന്ത്യൻ ക്രിക്കറ്റിനെ പിടിച്ചുലച്ച നിരവധിയായ പരാമർശങ്ങൾ, നമ്മുടെ സഞ്ജു സാംസനെ കുറിച്ച് പോലും പരാമർശങ്ങൾ ഉണ്ടായിരുന്നു ചേതൻ ശർമ്മയുടെ ഭാഗത്ത് നിന്ന്. അത് ചേതൻ ശർമ്മയുടെ
കസേര തെറിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. ഒഴിയേണ്ട സാഹചര്യം അനിവാര്യമായിരുന്നു. BCCI രാജി സ്വീകരിച്ചിരിക്കുന്നു. ഇനി പകരം സെലക്ടർ, ചീഫ് സെലക്ടർ ആര് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഉയരുകയും ചെയ്തു. വളരെ പെട്ടെന്ന് പുതിയ വാർത്താ ബുള്ളറ്റിനുമായി തിരിച്ചെത്താം ചെറിയ ഇടവേളയ്ക്ക് ശേഷം.